ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചുരിദാർ, സാധാരണ നോർമൽ ചുരിദാറും ഷേപ്പ്ഡ് ചുരിദാറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ലേഡി മാറ്റിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇത് നോർമലായിട്ട് ഒരു ചുരിദാറിന് ആവശ്യമുള്ള മെഷർമെൻറ്റ്. ഇതിൽ സ്ലീവ് വേണം, ഞാൻ ബോഡി പാർട്ട് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത്ത് 40, ചെസ്റ്റ് റൗണ്ട് നമുക്കൊരു 36 എടുക്കാം, ഷോൾഡർ 12, നാച്ചുറൽ വേസ്റ്റ് 12, 32, ഹിപ്പ് ലെങ്ത്ത് 20, ഹിപ്പ് റൗണ്ട് 39. ഇത്രയാണ് ഒരു ചുരിദാറിന് നമ്മൾ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു അളവ് വെച്ച് എഴുതിയതാണ്. ഇത്രയും അളവുകളാണ് നമ്മൾ സാധാരണ നോർമൽ ചുരിദാറിന് എടുക്കേണ്ട അളവ്. ഇതെങ്ങനെയെന്ന് മാർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ, നമ്മൾ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തുണി ഫോൾഡ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഷോൾഡർ നമുക്ക് 12 ആണ്, അപ്പോൾ 6 എടുക്കും. 6 മാർക്ക് ചെയ്യും. ഈ 6 തന്നെ നമ്മൾ താഴത്തേക്ക് എടുക്കും. ഇവിടെ എത്രയാണോ എടുക്കുന്നത് അത് തന്നെ ഇവിടെ എടുക്കും. ഷോൾഡർ എത്രയാണോ അതേ സെയിം ആം ഹോൾ എടുക്കും. ചെസ്റ്റ് റൗണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്തു, ഷോൾഡർ 6, ആം റൗണ്ട് 6 എടുത്തു, 6 ഇഞ്ച് എടുത്തു. ഇത് ഫുൾ ലെങ്ത്ത്. ഇത് നമുക്ക് ഫോൾഡിംഗ് ആണ്. ഇവിടെ ആം റൗണ്ടും 6 എടുത്തു. ഇനി നമുക്ക് എടുക്കേണ്ടത് ചെസ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് റൗണ്ട് നമുക്ക് 36 ചെസ്റ്റ് റൗണ്ട് എടുക്കുമ്പോൾ പ്ലസ് 2 ഇഞ്ച് കൂട്ട്. ചെസ്റ്റ് റൗണ്ടാണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്കിവിടെ 38 കിട്ടും. ഈ 38നെ 4 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 9.5 കിട്ടും. ആ 9.5യാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് റൗണ്ടിൻ്റെ മാർക്ക് ചെയ്യേണ്ടത് 9.5. ഇനി നമ്മൾ എടുക്കുന്ന സീം അലവൻസ്, അത് നമുക്ക് എത്ര വേണോ അതെടുക്കുക. ഇപ്പോൾ 2 ഇഞ്ചാണെങ്കിൽ 2 ഇഞ്ച്, 1.5 ആണെങ്കിൽ 1.5 ഇഞ്ച്, അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ നമ്മൾ എടുക്കുക നാച്ചുറൽ വേസ്റ്റ് ലെങ്ത്ത്. നാച്ചുറൽ വേസ്റ്റ് എത്രയെന്നുള്ളത് നോക്കുക, 12. ആ 12 എന്നുള്ളത് മാർക്ക് ചെയ്യുക. നാച്ചുറൽ വേസ്റ്റ് 12 മാർക്ക് ചെയ്യുക. അത് എത്രയാണ് നമുക്ക് റൗണ്ട് വരും 32. 32നെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 8 പ്ലസ് 4 ഇഞ്ച്, അങ്ങനെ 8.25 ഇഞ്ച് നാച്ചുറൽ വേസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യും. സീം അലവൻസ് നമ്മളെ ഇഷ്ടത്തിന് എടുക്കും. 2 ഇഞ്ചോ 1.5 അത് നമ്മുടെ ഇഷ്ടം പോലെ എടുക്കുക. 2ൻ്റെ മുകളിൽ എടുക്കരുത്. തുണി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇടുമ്പോൾ ടൈറ്റായി കുടുങ്ങി നിൽക്കും, അപ്പോൾ ഒരു ഷേപ്പ് തോന്നില്ല. അപ്പോൾ 2 ഇഞ്ച് മാക്സിമം, അതിൻ്റെ മേലെ പോകരുത്. ഇത്രയും മാർക്ക് ചെയ്യുക. ഇനി ഹിപ്പ് ലെങ്ത്ത് എടുക്കുക. ഹിപ്പ് ലെങ്ത്ത് നമുക്ക് 20 വന്നത്, ആ 20 മാർക്ക് ചെയ്യുക. അവിടെ നമുക്ക് വരുന്നത് 39 അതിന് 4 ഡിവൈഡ് ചെയ്യുക. 10 ഇഞ്ചിന് നമ്മൾ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്യും. ഇത്രയും മാർക്ക് ചെയ്യും. ഹിപ്പ് റൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ 2ഉം 1.5 എല്ലാം സീം അലവൻസ് എടുക്കും. പക്ഷേ ഇവിടെ 1 ഇഞ്ച് എടുക്കാൻ പാടും. നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് ഇവിടെ സ്ലിറ്റിന് മടക്കി അടിക്കുമ്പോൾ കൂടുതൽ തുണി ഉണ്ടെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക്, അധികം പേർക്കും ഇവിടെ സ്ലിറ്റ് കറക്റ്റ് ആവണില്ല എന്നുണ്ടായിരുന്നു. അത് ഈ 1 ഇഞ്ച് കൂടുതൽ എടുക്കണതുകൊണ്ടാണ്. നമ്മുടെ കുറേ തുണി ചേർത്തി എടുത്തുകൊണ്ട് കാര്യം നമുക്ക് ഇതുവരെ തന്നെ അടിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു ഇഞ്ചിനെ നിൽക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ 2 ഫോൾഡ് ചെയ്യുമ്പോൾ സീം അലവൻസ് കറക്റ്റായിട്ട് വരിക. ഇനി നമ്മൾ ഇത്രയും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്രയാണോ എടുത്തത് ടോട്ടൽ നോക്കുക. അപ്പോൾ ഇതെടുത്ത് നമ്മൾ 10 പ്ലസ് 1 11. ഈ 11ൻ്റെ കൂടെ 1.5 ഇഞ്ച് പ്ലസ് ചെയ്യുക. അപ്പോൾ 12. ആ 12യാണ് നമ്മുടെ ഫ്ലെയറായിട്ട് നമുക്ക് വരിക. ഈ 12യാണ് നമുക്ക് ഫ്ലെയറായിട്ട് വരിക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് വിടും. ഇതെടുക്കുമ്പോൾ താഴെ നമ്മൾ ഇതിന് 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യും. അത് നമുക്ക് ആ തുണിയിൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മൾ ഈ പോയിൻ്റ് ജോയിൻ ചെയ്യും. ഇനി നമുക്കിതൊക്കെ കൂടി ജോയിൻ ചെയ്യാം.
ഇനി നമ്മൾ ഈ പോയിൻറ്റുകളെല്ലാം ജോയിൻ്റ് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഇഞ്ച് ആം ഹോൾ എടുത്ത് ഷേപ്പ് ചെയ്യുക, 1 ഇഞ്ച് മുകളിലേക്ക് എടുത്തിട്ട് അത് ഷേപ്പ് ചെയ്യുക. ഇതാണ് നമ്മൾ നോർമൽ എല്ലാ ചുരിദാറിലും നമ്മൾ ചെയ്യുന്നത്. ചെസ്റ്റ് റൗണ്ട് ആണെങ്കിൽ 2 ഇഞ്ച് കൂട്ടിയെടുക്കും, അല്ലെങ്കിൽ ബ്രസ്റ്റ് റൗണ്ട് എടുക്കുകയാണെങ്കിൽ അതേ വെച്ച് തന്നെ എടുക്കും. ഇത്രയും ചെയ്ത് ഇത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം, ഇത് കട്ട് ചെയ്യുന്ന ഭാഗം. ഇതാണ് ചുരിദാറിൽ നമ്മൾ സാധാരണ ചുരിദാർ. പിന്നെ നെക്ക് എത്ര വെച്ചാൽ അത് കാണും, ലെങ്ത്ത് കാണും, കട്ട് ചെയ്യും, ഇതായിരിക്കും. ഇതിൽ ടക്ക് നമ്മൾ ഫ്രണ്ടല്ല ബാക്കിൽ ടക്ക് ഇട്ട് കൊടുക്കും. എന്താ പറഞ്ഞാൽ ഇവിടെ വയറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ബാക്കിൽ ടക്ക് ഇടുമ്പോൾ അവിടുത്തെ ആ ലൂസ് ഇല്ലാതിരിക്കും. ഇത് നോർമൽ ചുരിദാറിന് വേണ്ടത്, നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന ചുരിദാർ. ഇനി നമുക്കിത് ഷേപ്പ് നല്ല ടൈറ്റ് ഫിറ്റിംഗ് ഉള്ള ഷേപ്പ് ചുരിദാർ അടിക്കുകയാണെങ്കിൽ എന്താ ഇതിന് വ്യത്യാസം എന്നുള്ളത് നോക്കാം. ഇത് ഷോൾഡർ നമ്മൾ 6 ഇഞ്ച് എടുത്തു, നമ്മൾ ഫോൾഡിങ് ഇതേപോലെ മാർക്ക് ചെയ്തു. ഇത് ഫോൾഡിങ് ആണ്, ഇത് ഫുൾ ലെങ്ത്ത്. എന്നിട്ട് നമ്മൾ ഷോൾഡർ 6 ഇഞ്ച് എടുത്തു. ആ 6 ഇഞ്ച് എടുത്തു കഴിയുമ്പോൾ 1/2 ഇഞ്ച് ലെസ് ചെയ്തിട്ട് നമ്മൾ ആം ഹോൾ എടുക്കുന്നത്. മറ്റേത് സെയിം നമ്മൾ അങ്ങനെ എടുത്തു, കുറച്ച് ലൂസ് ഉണ്ടാവും. ഇത് കറക്റ്റ് ഇവിടെ നിന്ന് എത്രയാണോ നമ്മൾ ഷോൾഡർ എടുക്കുന്നത് അതിൽ നിന്ന് 1/2 ഇഞ്ച് ലെസ് ചെയ്ത് ആം റൗണ്ട് കാണും. എന്നിട്ട് ഈ ചെസ്റ്റിന് 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കിട്ടും, പ്ലസ് 1/4 ഇഞ്ച് നമ്മുടെ ബോഡിയിൽ നിന്നാണ് ഈ അളവെടുത്തത്. അപ്പോൾ ആ ഒരു 1/4 ഇഞ്ചും ചേർത്തിട്ട് 9.25 നമ്മൾ മാർക്ക് ചെയ്യും ചെസ്റ്റ് റൗണ്ട്. ഇതിന് ഇത് വേണ്ട കേട്ടോ, ഈ ഷേപ്പുള്ള ചുരിദാർ അടിക്കണതിന് ഇങ്ങനെ ഒരു അളവ് വേണ്ട. ഈ ചെസ്റ്റിനിൽ കൂടെ 2 ചേർത്ത് എന്നുള്ളത് വേണ്ട. ഇത് എടുത്തതിന് ശേഷം നമുക്ക് ഈ അളവിൻ്റെ കൂടെ ഈ ചുരിദാർ അടിക്കാൻ ഒരു അളവും കൂടി വേണം. ബ്രസ്റ്റ് റൗണ്ട് 36 ആണെങ്കിൽ ബ്രസ്റ്റ് റൗണ്ട് 38. ഇതിപ്പോൾ ഞാനൊരു കണക്ക് വെച്ച് ഞാൻ എടുത്തതാണ്. 2 ഇഞ്ച് മിനിമം വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഓരോരുത്തരെ ബോഡിക്ക് അനുസരിച്ച് 3 ഇഞ്ച് വരെയും 3.5 ഇഞ്ച് വരെയും വ്യത്യാസം വരാം, ചെസ്റ്റും പിന്നെ ബ്രസ്റ്റും തമ്മിൽ. അപ്പോൾ നമ്മൾ ഈ ബ്രസ്റ്റ് 38. ഇപ്പോൾ നമ്മൾ ഈ 38നെ 4 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 9.5 കിട്ടും. ഇത് ഡിവൈഡ് ചെയ്തപ്പോൾ 36നെ ഡിവൈഡ് ചെയ്തപ്പോൾ 9 കിട്ടിയത്. ആ 9 പ്ലസ് 4 ചേർത്തി 9.25 ഇവിടെ മാർക്ക് ചെയ്തു. പ്ലസ് സീം അലവൻസ് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ ബ്രസ്റ്റിന് നമുക്ക് ഇവിടെ നിന്ന് നമുക്കൊരു നിപ്പിൾ ബ്ലൗസിൽ നമ്മൾ കാണാം, ഡോട്ട് അടിക്കുന്ന ഒരു പോയിൻ്റ് കാണില്ലേ, ആ പോയിൻ്റ് കാണാം. അത് ഏകദേശം എല്ലാവർക്കും 10 അല്ലെങ്കിൽ 10.5 എന്ന അളവിലായിരിക്കും ഉണ്ടാവുക. ഈ പോയിൻ്റ്, ആ പോയിൻ്റ് കണ്ടതിന് ശേഷം ബ്രസ്റ്റ് എത്രയാണോ നമുക്ക് 4 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടി, പ്ലസ് 4 ചേർത്തി, അപ്പോൾ 9.25. ആ 9.25 മാർക്ക് ചെയ്യുക. ഈ ലെങ്ത്ത് നമ്മൾ സാധാ ചുരിദാറിൽ ലൂസ് ചുരിദാറിൽ എടുക്കില്ല. ഇത് ടൈറ്റ് ഫിറ്റിംഗ് ആയതുകൊണ്ടാണ് ഇതെടുക്കുന്നത്. ഇവിടെ 1 ഇഞ്ചിന് മാർക്ക് ചെയ്യുക. ഈ പോയിൻ്റ് എടുക്കുക. ഇതിൽ സീം അലവൻസ് എത്ര ഇഞ്ച് നമുക്ക് വേണ്ട എടുക്കുക. ഇനി നാച്ചുറൽ വേസ്റ്റ് നമുക്ക് എടുക്കേണ്ടത് 8.25. നമ്മളത് ആദ്യമേ എടുക്കുക. അതുപോലെ തന്നെ ഹിപ്പ് റൗണ്ട് നമ്മൾ എത്രയാണോ 4 ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ റൗണ്ട് എടുക്കുക. ഇവിടെ സീം അലവൻസ് കുറവായിരിക്കും, ഇത് എടുക്കുക. ഇവിടെ 2 ഇഞ്ച് സീം അലവൻസ് കഴിക്കും. അപ്പോൾ ഈ ബ്രസ്റ്റ് റൗണ്ട് നമുക്കിതിൽ എക്സ്ട്രാ വന്നതാണ്, എക്സ്ട്രാ എടുത്താണ്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ അളവിൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൈറ്റായി പോകും. നമ്മൾ ഇവിടുന്ന് മാർക്ക് ചെയ്യുമ്പോൾ ഇതിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്കിവിടെ ടൈറ്റായി പോകും, ഇടാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, ഒരുമാതിരി ഇറിറ്റേറ്റ് ആയ മാതിരി കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല, ഇട്ടവർക്ക് ഒരു കംഫർട്ടായിരിക്കില്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ അതിനാണ് നമ്മൾ അങ്ങനെ ടൈറ്റായിട്ടുള്ള ഷേപ്പ് ചുരിദാർ അടിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു റൗണ്ടും കൂടി എടുക്കുക. ഇപ്പോൾ ചെസ്റ്റ് റൗണ്ട് എടുത്തു, അതിനെ 4 ഡിവൈഡ് ചെയ്തു, 4 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്തു. ബ്രസ്റ്റ് റൗണ്ട് എടുത്തു, അതിൻ്റെ കാണേണ്ട പോയിൻ്റ് നമ്മൾ ആ ബ്ലൗസിൽ നമ്മൾ ഡോട്ട് ഇടുന്ന പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട് 10 അല്ലെങ്കിൽ 10.5. ആ പോയിൻറ്റിലേക്ക് മാർക്ക് ചെയ്യുക. അതിന് 4 ഡിവൈഡ് ചെയ്തിട്ട് 4 ഇഞ്ച് കൂട്ടി അതെടുക്കുക. പിന്നെ സാധാ നമ്മൾ എടുക്കുന്ന പോലെ നാച്ചുറൽ വേസ്റ്റിൻ്റെ വിത്ത് എടുക്കുക, ഹിപ്പ് റൗണ്ടിൻ്റെ വിത്ത് എടുക്കുക. ഇത്രയും എടുത്തിട്ട് ഇതിന് മാർക്ക് ചെയ്യുക. ഇതെടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയർ ഇങ്ങനെയുള്ള ചുരിദാർ അടിക്കുന്നവർക്ക് ഫ്ലെയറും അധികം വേണ്ടെന്നായിരിക്കും അവർ പറയുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 10 + 11 ഇവിടെ 1 ഇഞ്ച്, എല്ലാത്തിനും ഇവിടെ 1 ഇഞ്ചേ പാടുള്ളൂ.
അപ്പോൾ ആ 11ൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയാൽ മതി. നമുക്കിവിടെ ഫോൾഡ് ചെയ്ത് അടിക്കാൻ മാത്രമുള്ള 1 ഇഞ്ച്. ഇതേ ലെവലിൽ വെട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടിയായി പോകും. അപ്പോൾ 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. ആ 1 ഇഞ്ചിലേക്കാണ് നമ്മൾ ഈ പോയിൻ്റ് വരയ്ക്കേണ്ടത്. താഴെന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഷേപ്പ് കൊടുക്കണം. ഈ ഷേപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ അതും കൂടി ശ്രദ്ധിക്കണം. ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അടിച്ചെടുക്കാൻ പറ്റില്ല. ഇത് വൃത്തിയായി അടിച്ച് കിട്ടാനാണ് നമ്മളിവിടെ ഒരു ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ സെൻറ്റർ, ഇതിൻ്റെ സെൻറ്റർ കാണാൻ നിങ്ങൾക്ക്. എന്നിട്ട് അതിലേക്കാണ് ഇതിങ്ങനെ ചെരിച്ച് കൊണ്ടുവരേണ്ടത്. എങ്കിലേ ഇതിങ്ങനെ വൃത്തിയിലുണ്ടാവുള്ളൂ. ഇത്ര ഇത് മാർക്ക് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്യാനുള്ളത് ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം. ഇത് കട്ട് ചെയ്യുന്ന ഭാഗം. ഇത് സിനിമ സ്റ്റാർട്ട്സൊക്കെ ഇടുന്ന ചുരിദാർ ഭയങ്കര കറക്റ്റായിട്ടുണ്ടാവും. ഇവിടെയൊക്കെ കറക്റ്റായിട്ട് ബോഡിയിൽ നിൽക്കുന്നുണ്ടാവും. നല്ല ഷേപ്പ് ഉണ്ടാവും. നമ്മൾ എത്ര അടിച്ചാലും ഒന്നോ കൈക്കുഴി ലൂസായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ടൈറ്റായി പോകും. ഇതിന് കാരണം ഇതാണ്. നമ്മൾ സാധാരണ അടിക്കുന്ന ചുരിദാറാണ് നമ്മൾ എപ്പോഴും അടിക്കാറ്. ഇങ്ങനെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഷേപ്പുള്ള നല്ലൊരു ചുരിദാർ, നല്ല ബോഡി ഷേപ്പ് വേണ്ടവർക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്താൽ വൃത്തിയായിട്ട് കിട്ടും. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ വീഡിയോ സാധാ ആൾക്കാർക്ക് അടിക്കുന്ന നോർമൽ ചുരിദാറും കുറച്ച് ഫാഷനായിട്ട് അടിക്കുന്ന ആൾക്കാർക്ക്, ടൈറ്റ് ഫിറ്റിംഗ് ഉള്ള ആൾക്കാർക്ക് അടിക്കുന്ന ചുരിദാർ, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഈ രീതിയിൽ ഫാഷനായിട്ട് ഇടുന്ന പിള്ളേർ, സ്റ്റാർട്ട്സൊക്കെ ഇടുന്ന മാതിരത്തെ ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനത്തെ രീതിയിൽ ചുരിദാർ അടിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ഫിറ്റിംഗ് ബോഡി ഷേപ്പിൽ കിട്ടും. സാധാ നോർമൽ അടിക്കുമ്പോൾ നമുക്ക് ആം ഹോൾ കുറച്ച് ലൂസ് ഉണ്ടാവും, ബോഡിയും ചെറിയ ലൂസ് വെച്ചിട്ടാണ് നമ്മൾ അടിക്കുക. അപ്പോൾ ഇതാകുമ്പോൾ അതില്ലാതെ കറക്റ്റ് ഫിറ്റിങ്ങിന് കിട്ടും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ കമൻറ്റ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.